അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി വമൻ വാല അമ്മാ ബഅദ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, മഹാനായ ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് മൻ നജാത്ത്, അള്ളാഹുവിൻ്റെ റസൂലെ, എന്താണ് വിജയം, എന്താണ് രക്ഷാമാർഗം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനു മറുപടിയായി നൽകിയത്, നിൻ്റെ നാവിനെ നീ പിടിച്ചുകെട്ടുക എന്നാണ്. അംസിക് അലൈക ലിസാനക്, നിൻ്റെ നാവിനെ നിയന്ത്രിക്കുക, അത് പിടിച്ചു വെക്കുക. സഹോദരങ്ങളെ, മനുഷ്യജീവിതത്തെ വളരെ സാരമായി ബാധിക്കുന്ന ഒന്നാണ് അവൻ്റെ നാവിൻ്റെ പ്രയോഗങ്ങൾ. നാവ് ശ്രദ്ധയോടുകൂടിയല്ലാതെ നാം ഉപയോഗിച്ചാൽ നമുക്ക് നരകം കിട്ടാൻ അത് മതിയായതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ജനങ്ങളിൽ അധിക പേരും നരകത്തിലേക്ക് വീഴുന്നത് അവരുടെ നാവ് കൊയ്തെടുത്തത് കൊണ്ടാണെന്നാണ്. നാവ് മുഖേന അവർ പറഞ്ഞ വാക്കുകൾ, ആ വാക്കുകൾ ഉണ്ടാക്കിയ ദൂരവ്യാപകമായ ഭവിഷ്യത്തുകൾ, അതാണ് പലരെയും നരകത്തിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും നമ്മുടെ നാവിനെ വളരെയേറെ ശ്രദ്ധിച്ചു വേണം ഉപയോഗിക്കാൻ. ശരീരത്തിലെ എല്ലാ അവയവങ്ങളും അള്ളാഹുവിൻ്റെ തൃപ്തിക്കുതകുന്ന രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതിൽ തന്നെ വളരെ പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയതാണ് നാവും ഗുഹ്യഭാഗവും. പണ്ഡിതന്മാർ നാവ് ഉപയോഗിക്കുന്നിടത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. 3 അവസ്ഥകളാണ് മനുഷ്യൻ സംസാരിക്കുമ്പോൾ ഉണ്ടാവുക. ഒന്നാമത്തൊരവസ്ഥ, അവൻ സംസാരിക്കുന്ന കാര്യം നന്മയാണ് എന്ന് പരിപൂർണ ബോധ്യമുണ്ടാകുന്ന അവസ്ഥയാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റുകൾ, നല്ല വാക്കുകൾ, ആളുകളെ സന്തോഷിപ്പിക്കുന്ന വാക്കുകൾ, കളവ് കലരാത്ത വാക്കുകൾ, മറ്റുള്ളവരെ കുറ്റപ്പെടുത്താത്ത വാക്കുകൾ, മറ്റുള്ളവർക്ക് വേദനയുണ്ടാക്കാത്ത വാക്കുകൾ, അങ്ങനെ നല്ല വാക്കുകൾ, അത്തരം വാക്കുകൾ നാം പറയുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറ, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരുവൻ അവൻ നന്മ സംസാരിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നമുക്ക് വായിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ നന്മയാണ് എന്ന് ബോധ്യമുള്ള വാക്കുകൾ നമുക്ക് പറയാം. അള്ളാഹു അതിന് നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. വഖൂലു ലിന്നാസി ഹുസ്ന, ജനങ്ങളോട് നിങ്ങൾ നല്ലത് സംസാരിക്കണമെന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു നിർദ്ദേശിക്കുന്നുണ്ട്. രണ്ടാമത്തൊരവസ്ഥ, സംസാരിക്കുന്നത് തിന്മയാണ് എന്ന പരിപൂർണ ബോധ്യമുണ്ടാകുന്ന അവസ്ഥയാണ്. ഹറാമായ വാക്കുകൾ, നുണ, അശ്ലീലമായ വാക്കുകൾ, അസഭ്യങ്ങൾ, തോന്നിവാസങ്ങൾ, മോശമായ, മറ്റുള്ളവരെ പരിഹസിക്കുന്ന, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന, അവരെക്കുറിച്ചുള്ള പരദൂഷണങ്ങൾ, ഏഷണികൾ, അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും പേരിൽ അറിവില്ലാത്ത സംസാരങ്ങൾ, ഇങ്ങനെ തുടങ്ങി തിന്മയാണ് എന്ന് പരിപൂർണ ബോധ്യമുള്ള വാക്കുകൾ, ഇത്തരം വാക്കുകൾ നാം പറയാൻ പാടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരടിമ ഒരു വാക്ക് പറയും, ആ വാചകത്തിന് അവൻ വലിയ ഗൗരവം കൊടുത്തു കാണില്ല, അവൻ അതിനെ വലിയ ഒരു ഗൗരവത്തിൽ നോക്കി കണ്ടിട്ടില്ല. പക്ഷേ പരലോകത്ത് അവനെ നരകത്തിൻ്റെ അടിത്തട്ടുകളിലേക്ക് വലിച്ചെറിയാൻ ആ വാചകം കാരണമായി മാറുമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, തിന്മയാണ് എന്നുറപ്പുള്ള വാക്കുകൾ നമ്മൾ ഒഴിവാക്കണം. അത് നമ്മുടെ പരലോക വിജയത്തിനാണ്. മൂന്നാമത്തൊരവസ്ഥ, നന്മയാണോ തിന്മയാണോ എന്നറിയാത്ത അവസ്ഥയാണ്. അത്തരം അവസ്ഥകളിൽ നാം മിണ്ടാതിരിക്കൽ തന്നെയാണ് നല്ലത്. ദഅ മാ യരീബുക് ഇലാ മാ ലാ യരീബുക്, നിനക്ക് സംശയമുള്ളത് സംശയമില്ലാത്തതിലേക്ക് വിട്ടുകൊടുക്കുക. ഫമൻ ഇത്തഖ ശുബഹാത്ത്, ആരെങ്കിലും ആശയക്കുഴപ്പങ്ങളുള്ള വിഷയങ്ങളിൽ സൂക്ഷ്മത കാണിച്ചാൽ അവൻ അവൻ്റെ ദീനിനെ സംരക്ഷിച്ചു എന്നാണ്. അതുകൊണ്ട് സംശയാസ്പദമായ നന്മയാണോ തിന്മയാണോ എന്നറിയാത്ത വാക്കുകൾ അത് പറയാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഈ 3 അവസ്ഥകളിൽ
തഖ്വ മുറുകെ പിടിച്ച് നാവിനെ കൊണ്ട് നരകം വാങ്ങാനല്ല, നാവിനെ കൊണ്ട് സ്വർഗം വാങ്ങാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.